സരസ്വതീ നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. എല്ലാവർക്കും നമസ്കാരം. അധ്യാത്മരാമായണം കിളിപ്പാട്ട് ആരണ്യകാണ്ഡത്തിൽ ജടായുഗതി മുതൽ ആരണ്യകാണ്ഡം സമാപ്തം വരെയുള്ള ഭാഗത്തിൻ്റെ സാരം. ഇങ്ങനെ ശ്രീരാമൻ സീതയെ തേടി നടക്കുമ്പോൾ തകർന്ന തേരും വില്ലും ശരങ്ങളുമെല്ലാം വഴിമധ്യത്തിൽ ഒരിടത്ത് അടുത്ത് കിടക്കുന്നത് കണ്ടു. അപ്പോൾ രാമൻ ലക്ഷ്മണനോട് പറഞ്ഞു, കുമാര, ഒരു തേര് തകർന്നു കിടക്കുന്നത് നോക്കൂ. സീതയെ ഒരു രാക്ഷസൻ അപഹരിച്ചു കൊണ്ടുപോകുമ്പോൾ മറ്റൊരു രാക്ഷസൻ അവനോട് യുദ്ധം ചെയ്തിരിക്കണം. അന്നേരം തകർന്ന തേരിൻ്റെ ഭാഗങ്ങളായിരിക്കണം ഇതെല്ലാം. അവർ ദേവിയെ കൊന്നുകളഞ്ഞോ അതോ ഭക്ഷിച്ചോ എന്ന് ആർക്കറിയാം. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അവർ അല്പദൂരം നടന്നപ്പോൾ ഭയങ്കരനായ ഒരു ഘോരരൂപം കണ്ടു. രാമൻ പറഞ്ഞു, സീതാദേവിയെ ഭക്ഷിച്ച് തൃപ്തനായ ഒരു രാക്ഷസൻ ഇവിടെ കിടക്കുന്നത് നീ കണ്ടില്ലേ? ഞാൻ ഇപ്പോൾ തന്നെ ഇവനെ കൊല്ലുന്നുണ്ട്. വില്ലും ശരങ്ങളും എൻ്റെ കയ്യിൽ തരൂ. അത് കേട്ട് ഭയപ്പെട്ട പക്ഷിരാജൻ പറഞ്ഞു, ഞാൻ കൊല്ലപ്പെടേണ്ടവനല്ല. അങ്ങയുടെ ഭക്തനായ ഒരു ദാസനാണ് ഞാൻ. മാത്രമല്ല അങ്ങയുടെ പിതാവിൻ്റെ ഒരു മിത്രവും കൂടിയായ സ്നേഹശീലനായ ജടായു എന്ന പക്ഷിയത്രേ. ദുഷ്ടനായ രാവണൻ അങ്ങയുടെ പത്നിയെയും കട്ടുകൊണ്ട് ആകാശത്തിലൂടെ പോകുന്നത് കണ്ട ഞാൻ പെട്ടെന്ന് ചെന്ന് അവനെ തടുത്തിട്ട് യുദ്ധം ചെയ്ത് അവൻ്റെ തേരും വില്ലും തകർത്തു. രാവണൻ്റെ ചന്ദ്രഹാസം കൊണ്ടുള്ള വെട്ടേറ്റ് ഞാൻ വേദനയോടുകൂടി ഭൂമിയിൽ വീണു. അങ്ങയെ കണ്ട് വിവരങ്ങളെല്ലാം പറയുന്നതുവരെ ഞാൻ മരിക്കരുത് എന്ന് സീതയോട് ഞാൻ വരം വാങ്ങി. ദയാമയനെ, അവിടുന്ന് എന്നെ തൃക്കൺ പാർക്കണം. അങ്ങയുടെ തൃക്കാലുകൾ എൻ്റെ ഹൃദയത്തിൽ നിത്യവും വിളങ്ങണം. ഇപ്രകാരം ജടായു പറഞ്ഞത് കേട്ട് ശ്രീരാമൻ കാരുണ്യപൂർവ്വം അടുത്തു ചെന്നിരുന്ന് തൃക്കൈകൾ തലോടി ദുഃഖാശ്രുക്കൾ പൊഴിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, നീ എൻ്റെ ഭാര്യയുടെ വിവരങ്ങളെല്ലാം പറയൂ. അപ്പോൾ ജടായു പറഞ്ഞു, രാക്ഷസനായകനായ രാവണൻ സീതാദേവിയെ തെക്കോട്ടാണ് കൊണ്ടുപോയത്. മരണവേദന നിമിത്തം എല്ലാം പറയാൻ എനിക്ക് ശക്തിയില്ല. എനിക്ക് നല്ലത് വരാൻ അനുഗ്രഹിക്കണം. അങ്ങയെ കണ്ടുകൊണ്ടിരിക്കെ തന്നെ സംസാരബന്ധത്തിൽ നിന്നുള്ള മോചനം കിട്ടത്തക്കവണ്ണം എനിക്ക് മരിക്കാനിടയായത് അങ്ങയുടെ കാരുണ്യത്തിന് പാത്രമായതുകൊണ്ടാണ്. ദയാനിധിയും പുണ്യപുരുഷനുമായ പുരുഷോത്തമ, അങ്ങ് സാക്ഷാൽ മഹാവിഷ്ണു തന്നെ. മായാമാനുഷരൂപിയായ അങ്ങ് എപ്പോഴും എൻ്റെ ഉള്ളിൽ വസിക്കണം. കാർമേഘത്തിൻ്റെ നിറമുള്ള അങ്ങയുടെ മനോഹര രൂപം അവസാന കാലത്ത് കാണാൻ ഇടയായതിനാൽ ഞാൻ സംസാര ബന്ധങ്ങളിൽ നിന്നും മുക്തനായി. അങ്ങയുടെ ദാസനായ ബന്ധുവായി കരുതി അടിയനെ ഉച്ചമലരിപ്പൂ പോലുള്ള തൃക്കൈകൾ കൊണ്ട് തലോടി അനുഗ്രഹിക്കണം. ലക്ഷ്മീകാന്തനായ ശ്രീരാമചന്ദ്രൻ ഇത് കേട്ടിട്ട് പൂർണ്ണാനന്ദം ലഭിക്കത്തക്കവണ്ണം ജടായുവിനെ തലോടി. ജീവൻ വെടിഞ്ഞ് ജടായു നിലത്തു വീണു. അപ്പോൾ ഭക്തവാത്സല്യ പരവശനായ ശ്രീരാമൻ കണ്ണുനീരോടെ തൻ്റെ പിതാവിൻ്റെ മിത്രമായ പക്ഷിശ്രേഷ്ഠൻ്റെ ശിരത്തെടുത്ത് മടിയിൽ വെച്ചിട്ട് അനന്തര കാര്യങ്ങൾ നടത്താൻ ലക്ഷ്മണനോട് പറഞ്ഞു. വിറക് കൊണ്ടുവന്ന് ശരീരം ദഹിപ്പിക്കുന്നതിനുള്ള ചിത കൂട്ടു. ലക്ഷ്മണൻ ചിത കൂട്ടി. അനന്തരം കുളിച്ചു വന്ന് ശ്രീരാമൻ ജടായുവിൻ്റെ ഉദകക്രിയകൾ നടത്തി. കാട്ടിലെ ഒരു മാനിനെ കൊന്ന് അതിൻ്റെ മാംസകഷ്ണം പുല്ലിൻ്റെ പുറത്ത് വെച്ച് ജടായുവിന് സൽഗതി വരുവാൻ പുതുക്കൾക്ക് വേണ്ടി ജലതർപ്പണം നടത്തി. ഇതെല്ലാം പക്ഷികൾ ഭക്ഷിച്ച് സുഖിക്കട്ടെ. ജടായു ഇതെല്ലാം കൊണ്ട് തൃപ്തനാകട്ടെ. അനന്തരം കാരുണ്യമൂർത്തിയും പങ്കജാക്ഷനും മധുവൈരിയുമായ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ നീ എന്നോട് സാരൂപ്യം പ്രാപിക്കട്ടെ എന്ന് അനുഗ്രഹിച്ചു. അപ്പോൾ സൂര്യന് തുല്യം ഉജ്ജ്വല തേജസ്സുള്ള ദിവ്യരൂപം ധരിച്ച ജടായു വിമാനത്തിൽ കയറി ശംഖ്, ചക്രം, ഗദ, പത്മം, കിരീടം, പീതാംബരം എന്നിവയണിഞ്ഞ വിഷ്ണുപാർഷദന്മാരാൽ പൂജിതനായി മുനിമാരാൽ സ്തുതിക്കപ്പെട്ട് സകല ദിക്കുകളിലും വ്യാപിച്ച തേജസ്സോടെ കാണപ്പെട്ടു. അനന്തരം കുനിഞ്ഞു വണങ്ങി കൂപ്പി തൊഴുതുകൊണ്ട് ഭക്തിയോടുകൂടി ശ്രീരാമനെ സ്തുതിച്ചു. ഇനി ജടായു സ്തുതി. എണ്ണിയാൽ ഒടുങ്ങാത്ത ഗുണങ്ങളുള്ള ആദ്യനായ, നാശരഹിതനായ, അളന്ന് തിട്ടപ്പെടുത്താൻ കഴിയാത്തവനായ, എല്ലാ ലോകങ്ങളുടെയും സൃഷ്ടി, സ്ഥിതി, നാശം എന്നിവയ്ക്ക് കാരണക്കാരനായ, അത്യുത്കൃഷ്ടനായ, പരാൽപരനായ, ആനന്ദസ്വരൂപനായ, പരമാത്മാവായ, വരദായകനായ രാമനെ ഞാൻ എപ്പോഴും നമസ്കരിക്കുന്നു. ശ്രേഷ്ഠമായ കടാക്ഷം കൊണ്ട് ദേവന്മാരുടെ ദുഃഖമാറ്റുന്നവനും അതിരറ്റ സുഖത്തോടു കൂടിയവനും ലക്ഷ്മീദേവിയുടെ മനസ്സിനെ ആകർഷിക്കുന്നവനും കറുപ്പു നിറമുള്ളവനും ജടാമകുടങ്ങൾ കൊണ്ട് ശോഭിക്കുന്നവനും വില്ല്, അമ്പ് എന്നിവയോടുകൂടിയ കോമള കരാംബുജത്തോടു കൂടിയവനുമായ രാമനെ ഞാൻ നമസ്കരിക്കുന്നു. ലോകമനോഹരമായ രൂപമുള്ളവനും സ്തുതിക്കപ്പെടുന്നവനും 100 സൂര്യന്മാർക്കൊപ്പം പ്രകാശമുള്ളവനും
അഭീഷ്ടങ്ങൾ നൽകുന്നവനും രക്ഷ നൽകുന്നവനും കൽപ്പവൃക്ഷച്ചുവട്ടിലുള്ള വാസസ്ഥാനത്തോടു കൂടിയവനും ദേവസമൂഹത്താൽ സേവിക്കപ്പെടുന്നവനുമായ രാമനെ ഞാൻ നമസ്കരിക്കുന്നു. സംസാരമാകുന്ന വനത്തിന് കാട്ടുതീ പോലുള്ള പേരുള്ളവനും ശിവൻ, ബ്രഹ്മാവ് എന്നിവരുടെ ആരാധനാമൂർത്തിയും അനേക കോടി അസുരനായകന്മാരെ നശിപ്പിക്കുന്നവനും മനുഷ്യരൂപത്തോടു കൂടിയവനുമായ മഹാവിനെ ഞാൻ നമസ്കരിക്കുന്നു. സാംസ്കാരികമായ സാംസാരികമായ സങ്കല്പങ്ങൾക്ക് അതീതനും സംസാരഭയം ഇല്ലാത്ത മുനിമാരാൽ സേവിതനും പരനും സംസാരസാഗരം തരണം ചെയ്യാനുള്ള പാദമാകുന്ന തോണിയോടുകൂടിയവനും നിത്യനും സംസാര ദുഃഖം നശിപ്പിക്കുന്നവനുമായ രാമനെ ഞാൻ നമസ്കരിക്കുന്നു. ശിവന്റെയും പാർവതിയുടെയും ഹൃദയമാകുന്ന താമരയിൽ വസിക്കുന്നവനും മന്ദരപർവ്വതത്തെ ഉയർത്തിയവനും പർവ്വതങ്ങളുടെ ചിറകരിഞ്ഞു വീഴ്ത്തിയ ഇന്ദ്രനാൽ സേവിക്കപ്പെടുന്നവനും ദേവസമൂഹത്താലും അസുരനായകനായ മഹാബലി, പ്രഹ്ലാദൻ എന്നിവരാൽ പൂജിതമായ പാദങ്ങളുള്ളവനും ഇന്ദ്രനീലക്കല്ലിന് തുല്യം ശോഭയുള്ളവനുമായ രാമനെ ഞാൻ നമസ്കരിക്കുന്നു. പരസ്ത്രീകളെയും പരധനത്തെയും ഉപേക്ഷിക്കുന്നവരും അന്യരുടെ ഗുണങ്ങളും ഐശ്വര്യവും കണ്ട് ആനന്ദിക്കുന്നവരും പരലോകഹിതത്തെക്കുറിച്ച്, അതായത് പരന്മാരെക്കുറിച്ച് മാത്രം തൽപരരും ആയവരാൽ സേവിക്കപ്പെടുന്നവനും പരമാനന്ദ സ്വരൂപനുമായ ശ്രീരാമനെ ഞാൻ നമസ്കരിക്കുന്നു. പുഞ്ചിരി കൊണ്ട് മനോഹരമായി വിടർന്ന മുഖപങ്കജത്തോടു കൂടിയവനും സ്തുതിക്ക് അല്ലെങ്കിൽ ചിന്തയ്ക്ക് വിഷയമായവനും കാർമേഘവർണ്ണനും വെള്ളത്താമര പോലെ മനോഹരമായ കണ്ണുകളുള്ളവനും ഭൂപുത്രിയായ സീതയുടെ നാഥനുമായ രഘുവരനെ ഞാൻ നമസ്കരിക്കുന്നു. ജലപാത്രങ്ങളിൽ പ്രതിഫലിക്കുന്ന സൂര്യബിംബം പോലെ സകല ചരാചരങ്ങളുടെയും ഉള്ളിൽ വാഴുന്നവനും പരിപൂർണാത്മാവും അദ്വയനും അവ്യയനും ഏകനും പരാപരനുമായ രാമനെ ഞാൻ നമസ്കരിക്കുന്നു. ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ എന്നീ രൂപഭേദങ്ങളോടെ ഗുണത്രയത്താൽ ശോഭിക്കുന്നവനും ദേവന്മാർ, മുനിമാർ എന്നിവരാൽ സ്തുതിക്കപ്പെടുന്നവനും അവ്യക്തനും ജന്മമില്ലാത്തവനും സീതാ മനോഹരനുമായ രാമനെ ഞാൻ നമസ്കരിക്കുന്നു. 100 കോടി കാമദേവന്മാർക്ക് തുല്യം സുന്ദരമായ ശരീരത്തോടു കൂടിയവനും ജനന മരണാദികൾ ഇല്ലാത്തവനും ജ്ഞാനമൂർത്തിയും ജഗന്മയനും നിർമ്മലനും ധർമ്മകർമ്മങ്ങൾക്ക് ആധാരമായിട്ടുള്ളവനും ആധാരമില്ലാത്തവനും ഒന്നിനോടും മമതയില്ലാത്തവനുമായ രാമനെ ഞാൻ നമസ്കരിക്കുന്നു. ഈ സ്തുതി കേട്ട് പ്രസന്നനായ രാമൻ ജടായുവിനോട് പറഞ്ഞു, നിനക്ക് മംഗളം ഭവിക്കട്ടെ. നീ വിഷ്ണുവായ എൻ്റെ ശ്രേഷ്ഠമായ പദം പ്രാപിക്കൂ. ഈ സ്തോത്രം എഴുതുകയും പഠിക്കുകയും കേൾക്കുകയും ചെയ്യുന്ന ഭക്തനും നിന്നെപ്പോലെ എന്നിൽ തൽപരനായാൽ എന്നോട് സാരൂപ്യം ഉണ്ടാകും. ഈ രാമവാക്യം കേട്ട പക്ഷിശ്രേഷ്ഠൻ അപ്രകാരം വിഷ്ണു സാരൂപ്യം പ്രാപിച്ച് നിർമ്മലമായ രാമപാദം ജപിക്കുന്ന ജനങ്ങളെപ്പോലെ ബ്രഹ്മപൂജിതമായ പദത്തെ പ്രാപിച്ചു. ഇനി കബന്ധഗതി. പിന്നീട് ശ്രീരാമൻ ലക്ഷ്മണനോടുകൂടി സീതയെ അന്വേഷിച്ച് ദുഃഖത്തോടെ മറ്റൊരു വനത്തിലേക്ക് കടന്നു. പല ദിക്കിലും സീതയെ അന്വേഷിച്ചിട്ടും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ധൈര്യം നഷ്ടപ്പെട്ട് കാട്ടുവഴികളിലൂടെ സഞ്ചരിക്കുമ്പോൾ രാക്ഷസ രൂപത്തിലുള്ള ഒരു ഭയങ്കര ജീവിയെ കണ്ടു. പെട്ടെന്ന് രാമൻ ലക്ഷ്മണനോട് പറഞ്ഞു, മാറിടത്തിൽ വായും യോജന നീളമുള്ള കൈകളുമുള്ള കണ്ണുകളില്ലാത്ത ഈ സത്വം എന്താണ്? ലക്ഷ്മണ, നീ കണ്ടോ? കാണും തോറും ഭയമാകുന്നു. നമ്മെ ഇവൻ ഇപ്പോൾ തന്നെ ഭക്ഷിക്കും. ഇത് പക്ഷിയും മൃഗവുമല്ല, വളരെ വിചിത്രം തന്നെ. മാറിടത്തിലാണ് വായ, കാലും തലയുമില്ല. ഈ രാക്ഷസൻ നമ്മെ പിടിച്ചു തിന്നുന്നതിന് മുമ്പ് രക്ഷാമാർഗവും കാണുന്നില്ല. നാം ഇവൻ്റെ കൈകൾക്കുള്ളിൽ ആയിക്കഴിഞ്ഞു. സകലതും ബ്രഹ്മകൽപ്പിതം പോലെ വരും. ഇപ്രകാരം രാമൻ പറഞ്ഞത് കേട്ട് പരിഭ്രമിക്കാതെ ലക്ഷ്മണൻ പറഞ്ഞു, ഇതോർത്ത് ദുഃഖിക്കേണ്ട, ഇനി ആലോചിക്കാനൊന്നുമില്ല. നാം രണ്ടുപേരും കൂടി ഇവൻ്റെ ഓരോ കൈ വെട്ടിവീഴ്ത്തണം. പെട്ടെന്ന് രാമൻ ആ സത്വത്തിൻ്റെ വലതു കൈയും ലക്ഷ്മണൻ ഇടതു കൈയും അരിഞ്ഞു വീഴ്ത്തി. രാക്ഷസൻ ഭയത്തോടും അത്ഭുതത്തോടും രാമലക്ഷ്മണന്മാരോട് ഇങ്ങനെ ചോദിച്ചു, എൻ്റെ കൈകൾ മുറിക്കാൻ ശക്തരായ ആരെയും ഇന്നുവരെ ഈ ലോകത്തിൽ ഞാൻ കണ്ടിട്ടില്ല. അത്ഭുതരൂപികളായ നിങ്ങൾ രണ്ടുപേരും ആരാണ്? നിങ്ങളേതോ സൽപുരുഷന്മാരാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ ഘോരവനത്തിൽ വരാൻ എന്താണ് കാരണം? കബന്ധൻ്റെ ഈ വാക്കുകൾ കേട്ട് ചിരിച്ചുകൊണ്ട് ശ്രീരാമൻ പറഞ്ഞു, കേൾക്കൂ, അയോധ്യാധിപതിയായ ദശരഥൻ്റെ മൂത്ത മകനാണ് ഞാൻ. രാമൻ എന്നാണ് എൻ്റെ പേര്. ഞങ്ങൾ നായാട്ടിന് പോയിരുന്നപ്പോൾ മായാവിയായ ഒരു രാക്ഷസൻ സീത എന്നു പേരുള്ള എൻ്റെ ഭാര്യയെ കട്ടുകൊണ്ടുപോയി. കാടുകളിൽ അവളെ അന്വേഷിച്ച് നടക്കുമ്പോൾ ഭീകരരൂപിയായ നിന്നെ കാണാൻ ഇടയായി. നിന്റെ കൈകൾ ഞങ്ങളെ ചുറ്റിപ്പിടിച്ചപ്പോൾ പ്രാണരക്ഷാർത്ഥം ഞങ്ങൾ നിന്റെ കരങ്ങൾ വെട്ടിവീഴ്ത്തി. വികൃതരൂപം ധരിച്ച ഭവാൻ ആരാണ്? സത്യം പറയൂ എന്ന് ശ്രീരാമൻ ചോദിച്ചപ്പോൾ കബന്ധൻ സസന്തോഷം പറഞ്ഞു.
അങ്ങ് ശ്രീരാമൻ തന്നെയാണെങ്കിൽ അങ്ങയെ മുന്നിൽ കാണാൻ കഴിഞ്ഞതുകൊണ്ട് ഞാൻ ധന്യനായി. ഞാൻ ദിവ്യനായ ഒരു ഗന്ധർവൻ ആയിരുന്നു. സൗന്ദര്യം, യൗവനം എന്നിവ കൊണ്ട് അഹങ്കാരത്തോടെ സഞ്ചരിക്കുന്ന കാലത്ത് സുന്ദരികളുടെ മനസ്സിനെ ആകർഷിച്ച് അവരുമായി ക്രീഡിച്ച് നടക്കുമ്പോൾ ഞാൻ അഷ്ടാവക്ര മുനിയെ പരിഹസിച്ചു. കോപിഷ്ഠനായ മുനി എന്നെ ദുഷ്ടനായ നീ രാക്ഷസനായി പോകട്ടെ എന്ന് ശപിച്ചു. പിന്നീട് സന്തുഷ്ടനായി ശാപമോക്ഷവും നൽകി. ത്രേതായുഗത്തിൽ മഹാവിഷ്ണു ദശരഥൻ്റെ മകനായി ജനിച്ച് നിന്റെ കൈകൾ അറുക്കുമ്പോൾ നിനക്ക് ശാപമോക്ഷം ലഭിക്കും. മുനിശാപത്താൽ രാക്ഷസനായി തീർന്ന ഞാൻ സങ്കടത്തോടെ നടക്കുമ്പോൾ ഒരു ദിവസം ദേവേന്ദ്രൻ്റെ നേരെ കോപത്തോടെ പാഞ്ഞു ചെന്നു. ഇന്ദ്രൻ വജ്രായുധം കൊണ്ട് എൻ്റെ തല അറുത്തു കളഞ്ഞു. വജ്രായുധമേറ്റിട്ടും മുമ്പ് ബ്രഹ്മാവ് തന്ന വരബലത്താൽ എനിക്ക് മരണം സംഭവിച്ചില്ല. വധാർഹനല്ലാത്തതിനാൽ ഇന്ദ്രൻ എൻ്റെ ഉപജീവനത്തിന് വേണ്ടി വജ്രായുധം കൊണ്ട് അറ്റ തല എൻ്റെ ഉദരത്തിലാക്കി. മുഖവും പാദങ്ങളും വയറ്റിലായതോടെ എൻ്റെ ഇരു കൈകളും യോജന നീളത്തിലായി. ഇന്ദ്രൻ്റെ ആജ്ഞപ്രകാരം ഇവിടെ കഴിയുമ്പോൾ കൈക്കുള്ളിൽ അകപ്പെടുന്ന ജീവികളെ ഭക്ഷിച്ച് നിത്യവൃത്തി കഴിക്കുന്നു. ജീവികൾ എൻ്റെ കൈക്കുള്ളിലായാൽ അവയെ ഭക്ഷിച്ച് ഇത്രയും നാൾ ഞാൻ ജീവിച്ചു പോന്നു. ഉത്തമരിൽ ഉത്തമനും കാരുണ്യനിധിയുമായ രഘുനായക, നീ തീ കത്തിച്ച് എൻ്റെ ദേഹം ദഹിപ്പിച്ചാൽ അങ്ങയുടെ ഭാര്യയെ കണ്ടെത്താനുള്ള മാർഗം പറഞ്ഞു തരാം. അനന്തരം ലക്ഷ്മണൻ കുഴിവെട്ടി അതിൽ വിറക് നിറച്ച് കബന്ധൻ്റെ ശരീരം ദഹിപ്പിച്ചപ്പോൾ അവൻ്റെ ശരീരത്തിൽ നിന്ന് സർവാഭരണ വിഭൂഷിതനും കാമദേവ തുല്യനും ദിവ്യശരീരത്തോടു കൂടിയവനുമായ ഒരു ഗന്ധർവൻ ഉയർന്നു വന്ന് ശ്രീരാമനെ ഭക്തിയോടെ പ്രദക്ഷിണം ചെയ്ത് 3 പ്രാവശ്യം സാഷ്ടാംഗം നമസ്കരിച്ച് കൈകൂപ്പി തൊഴുതു. പിന്നെ മാന്യനും ആനന്ദപരവശനും രോമാഞ്ചമണിഞ്ഞവനുമായ അവൻ ഗൽഗതത്തോടെ മനോഹരമായ വാക്കുകൾ കൊണ്ട് ശ്രീരാമനെ സ്തുതിച്ചു. ഇനി കബന്ധസ്തുതി. അങ്ങയുടെ തത്വം ചിന്തിച്ചാൽ ഒരുത്തർക്കും അറിയാൻ കഴിയുകയില്ല. എങ്കിലും ഇന്ദ്രുവടിയെ സ്തുതിക്കാൻ തോന്നുന്നു. അജ്ഞത നിമിത്തമുള്ള മഹാമോഹമാണ് ഇതെന്ന് എനിക്കറിയാം. ആദിയും അന്തവുമില്ലാത്ത പരബ്രഹ്മം എൻ്റെ ഉള്ളിൽ ഉണർവോടെ തെളിഞ്ഞു വർത്തിക്കണം. മനസ്സിലെ ഇരുട്ട് അല്ലെങ്കിൽ അജ്ഞത അകന്ന് ആനന്ദം ഉദിക്കണം. ബന്ധങ്ങളെല്ലാം നശിച്ച് മുക്തി ലഭിക്കണം. അവ്യക്തവും അതിസൂക്ഷ്മവുമായ അങ്ങയുടെ രൂപം സ്ഥൂലദേഹം, സൂക്ഷ്മദേഹം എന്നിവയിൽ നിന്നും വ്യത്യസ്തമാണ്. ഒന്ന് ദൃഗ്രൂപവും, അതായത് ജ്ഞാനദൃഷ്ടിയാ കാണാവുന്നത്, മറ്റെല്ലാം ജഡമായ ദൃശ്യരൂപവുമാണ്. അറിയാൻ കഴിയാത്തതും ആത്മാവല്ലാത്തതുമായ രൂപം മനസ്സിലാക്കാൻ പ്രയാസമാണ്. അതിനാൽ മനസ്സിൽ നിന്ന് അന്യവും മനസ്സിന് അതീതവുമായ പരമാത്മസ്വരൂപത്തെ അജ്ഞാനികൾ എങ്ങനെ അറിയാനാണ്? ബുദ്ധി, ആത്മാവ് എന്നീ പ്രതീതികളുടെ ഐക്യഭാവമാണ് ജീവൻ. ബുദ്ധി മുതലായവയ്ക്ക് സാക്ഷിയായി നിൽക്കുന്നതാണ് ബ്രഹ്മം. വിഷയബന്ധമില്ലാത്തതും നിത്യവും സകലതിനും ആത്മാവായിട്ടുള്ളതും ഒരു മാറ്റവും ഇല്ലാത്തതുമായ ബ്രഹ്മത്തിൽ അജ്ഞാനം കൊണ്ടുള്ള മോഹത്തിൽ അകപ്പെട്ട ലോകം ആരോപിക്കുന്ന തേജോമയമായ സൂക്ഷ്മദേഹത്തെ ഹൈരണ്യം അല്ലെങ്കിൽ ഹിരണ്യഗർഭനെ സംബന്ധിച്ചത് എന്ന് പറയാം. വിരാട് പുരുഷൻ വളരെ സ്ഥൂലമാണ്. യോഗീന്ദ്രന്മാർക്ക് ഭാവനാ വിഷയമായിട്ടുള്ള വിരാട് പുരുഷനിൽ ഈ പ്രപഞ്ചം മുഴുവൻ ദർശിക്കാൻ കഴിയും. മഹത്തത്വം മുതലായവയാൽ ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്ന സ്ഥൂല ശരീരത്തോടു കൂടിയ ബ്രഹ്മാണ്ഡകോശമാകുന്ന വിരാട് പുരുഷനിൽ ഭൂതവും വർത്തമാനവും ഭാവിയും 14 ലോകങ്ങളും കാണാൻ കഴിയും. വിരാട് പുരുഷൻ്റെ അംഗങ്ങളാണ് 14 ലോകങ്ങളും. ആ ശരീരത്തിലെ കാലടികളാണ് പാതാളം, കുതികാലുകൾ അതായത് പുറവടി മഹാതലം, നെരിയാണികൾ രസാതലവും തലാതലവും, മനോഹരങ്ങളായ മുട്ടുകൾ സുതലം. അലയോ രഘുനാഥ, തുടകൾ വിതലവും അതലവും, അരക്കെട്ടിൻ്റെ മുൻവശം മഹീതലം, നാഭി നഭസ്ഥലം അല്ലെങ്കിൽ ആകാശം, മാറിടം സുരലോകം, കഴുത്ത് മഹർലോകം, മുഖം ജനലോകം, നെറ്റിത്തടം തപോലോകം, ശിരസ് അതിനു മുകളിലുള്ള ബ്രഹ്മാവിൻ്റെ വാസസ്ഥാനമായ സത്യലോകം. സത്താമാത്രകനും ലോകനാഥനുമായ അങ്ങയുടെ തലമുടിയാണ് മേഘങ്ങൾ. ഭുജങ്ങൾ ഇന്ദ്രാദികളായ ലോകപാലന്മാർ, കർണങ്ങൾ ദിക്കുകൾ, നാസിക അശ്വനീ ദേവകൾ, വക്രം അഗ്നി, നേത്രം ആദിത്യൻ, മനസ്സ് ചന്ദ്രൻ, പുരികത്തിൻ്റെ ചരണം കാലം, ബുദ്ധി ബൃഹസ്പതി, കോപകാരണമായ അഹങ്കാരം രുദ്രൻ, വാക്കുകൾ ഛന്ദസ്സുകൾ അതായത് വേദങ്ങൾ, ദംഷ്ടകൾ യമൻ, പല്ലുകൾ നക്ഷത്രങ്ങൾ, മോഹകാരിണിയായ ഹാസം മഹാമായ, കടക്കൻ വിലാസങ്ങൾ വാസനാ സൃഷ്ടികൾ, ധർമ്മം മുൻഭാഗം, അധർമ്മം പൃഷ്ഠഭാഗം, ഹിമപെട്ടൽ പകലും രാത്രിയും, ഉദരം 7 സമുദ്രങ്ങൾ, നിശ്വാസങ്ങൾ 7 വായുക്കൾ, നാഡികൾ നദികൾ, അസ്ഥികൾ പർവ്വതങ്ങൾ, രോമങ്ങൾ വൃക്ഷങ്ങളും സസ്യങ്ങളും, ഹൃദയം ശിവൻ, രേതസ് മഴ,
ഇത്തരത്തിലുള്ള സ്ഥൂലമായ വിരാട് രൂപം ജ്ഞാനശക്തി കൊണ്ട് നിത്യവും ധ്യാനിക്കുന്നവന് മുക്തി ലഭിക്കും. അങ്ങല്ലാതെ ഈ പ്രപഞ്ചത്തിൽ ഒരു വസ്തുവുമില്ല. ഈ വിധത്തിലുള്ള രൂപം ധ്യാനിച്ച് ഞാൻ വണങ്ങുന്നു. ഇപ്പോൾ ഇതിനേക്കാൾ പ്രധാനമായി എൻ്റെ മുന്നിൽ കാണുന്ന ഈ രൂപം എപ്പോഴും എൻ്റെ മനസ്സിൽ തോന്നണം. താപസവേഷം ധരിച്ചവനും രാജാവും ശാന്താകാരനും വില്ലും അമ്പും കയ്യിലേന്തിയവനും ജടാവൽക്കലഭൂഷിതനും മനുവംശശ്രേഷ്ഠനും മനോഹരനും കാമദേവനു തുല്യനും ലക്ഷ്മണനോടൊത്ത കാട്ടിൽ സീതാദേവിയെ അന്വേഷിക്കുന്നവനുമായ അങ്ങയുടെ രൂപം എപ്പോഴും മനസ്സിലുണ്ടായിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. മനുവംശത്തിൽ ജനിച്ച ഭഗവാനെ, അങ്ങയ്ക്ക് നമസ്കാരം. സർവജ്ഞനായ പരമശിവൻ പാർവതിയോടുകൂടി കാശിയിൽ മോക്ഷത്തിനു വേണ്ടി അങ്ങയെ ധ്യാനിച്ചു കഴിയുന്നു. അവിടെ മോക്ഷം ആഗ്രഹിക്കുന്നവർക്ക് തത്വജ്ഞാനത്തിന് വേണ്ടി രാമ രാമ എന്ന താരകമന്ത്രം ദയാപൂർവം ഉപദേശിച്ചുകൊണ്ട് ഉമാനാഥനായ ശിവൻ അവിടെ വസിക്കുന്നു. അങ്ങ് പരബ്രഹ്മസ്വരൂപിയായ പരമാത്മാവ് തന്നെ. അദ്ദേഹം വഴിപോലെ മനസ്സിലാക്കിയിട്ടുണ്ട്. മഹാമായയുടെ മോഹാന്ധകാരത്തിൽ മൂടിപ്പോയ മൂഢന്മാർ അങ്ങയുടെ തത്വം എങ്ങനെ അറിയാനാണ്? പരമാത്മസ്വരൂപനായ രാമഭദ്രന് നമസ്കാരം. ലോകസാക്ഷിയും ലോകനാഥനും പരമാനന്ദരൂപനും ലക്ഷ്മണനാൽ സേവിക്കപ്പെടുന്നവനും ദയാനിധിയുമായ രാമചന്ദ്ര, എന്നെ രക്ഷിച്ചാലും അങ്ങയുടെ മഹാമായ എന്നെ മോഹിപ്പിക്കരുതേ. പങ്കജലോചന, അങ്ങയ്ക്ക് നമസ്കാരം. ഇപ്രകാരം ഭക്തിപൂർവ്വം സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന ഗന്ധർവനോട് പുരുഷോത്തമനായ രാമൻ ഇപ്രകാരം അരുളി ചെയ്തു: നിന്റെ അചഞ്ചലമായ ഭക്തിയും സ്തുതിയും കൊണ്ട് ഞാൻ സന്തുഷ്ടനായിരിക്കുന്നു. നീ എൻ്റെ പദത്തിലെത്തുക. യോഗേന്ദ്രന്മാർക്ക് പ്രാപിക്കാൻ കഴിയുന്നതും സനാതനവും പരമാനന്ദപ്രദവുമായ എൻ്റെ പദം എൻ്റെ പ്രസാദത്താൽ നീ എൻ്റെ പദം പ്രാപിക്കുക. മാത്രമല്ല, മറ്റൊരു അനുഗ്രഹം കൂടി ഞാൻ നിനക്ക് തരുന്നു. ഈ സ്തോത്രം ഭക്തിയോടുകൂടി ഭജിക്കുന്ന ജനങ്ങൾക്കും മോക്ഷം ലഭിക്കും, സംശയമില്ല. ഭക്തനായി നിനക്ക് ഇനി ഒരിക്കലും അധപതനം ഉണ്ടാകുകയില്ല. ഈ വരങ്ങളെല്ലാം സ്വീകരിച്ചുകൊണ്ട് ഗന്ധർവശ്രേഷ്ഠൻ മംഗളം വരാൻ വേണ്ടി തൊഴുതുകൊണ്ട് പറഞ്ഞു: മുമ്പിലായി മതംഗമുനിയുടെ ആശ്രമം കാണാം. അവിടെ ഇപ്പോൾ ശബരി എന്ന തപസ്വിനി വസിക്കുന്നു. അങ്ങയുടെ പാദാംബുജത്തിലുള്ള ഭക്തി കൊണ്ട് പരിശുദ്ധയായി അങ്ങയെ ധ്യാനിച്ചുകൊണ്ട് ലൗകിക ബന്ധങ്ങളിൽ നിന്ന് മോചനം പ്രാപിച്ച ശബരിയെ കണ്ടാൽ അവൾ വേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞു തരും. അതുവഴി നിങ്ങൾക്ക് സീതാദേവിയെ ലഭിക്കും. ഇനി ശബരിയാശ്രമപ്രവേശം. ഗന്ധർവൻ ഇപ്രകാരം പറഞ്ഞ് മറിഞ്ഞതിനു ശേഷം സന്തുഷ്ടരായ രാമലക്ഷ്മണന്മാർ കൊടുങ്കാട്ടിലൂടെ മന്ദമന്ദം സഞ്ചരിച്ച് ശബരിയുടെ മനോഹരമായ ആശ്രമത്തിലെത്തി. ഭക്തിയോടും പരിഭ്രമത്തോടും കൂടി തപസ്വിയായ ശബരി എഴുന്നേറ്റിട്ട് ശ്രീരാമൻ്റെ പങ്കജങ്ങളിൽ നമസ്കരിച്ചു. സന്തോഷാധിക്യത്താൽ കണ്ണീരൊഴുക്കിക്കൊണ്ട് ആനന്ദപൂർവ്വം അർഘ്യം, പാദ്യം, ആസനം മുതലായവ സമർപ്പിച്ച് പൂജിച്ച് ശ്രീരാമൻ്റെ പാദതീർത്ഥം തൻ്റെ ശിരസിലൊഴുക്കി. അനന്തരം അവർക്ക് ഭക്ഷിക്കുന്നതിന് ഫലമൂലങ്ങൾ നൽകി. രാജീവനേത്രന്മാരായ രാമലക്ഷ്മണന്മാർ സന്തോഷപൂർവ്വം അത് സ്വീകരിച്ചു. ഭക്തിപൂർവ്വം തൊഴുതുകൊണ്ട് ശബരി ഇങ്ങനെ പറഞ്ഞു: എൻ്റെ പുണ്യാധിക്യത്താൽ ഞാൻ ഇന്ന് ധന്യയായി. എൻ്റെ ഗുരുഭൂതന്മാരായ മുനിജനങ്ങൾ അനേക വർഷം ഈ ആശ്രമത്തിൽ കഴിഞ്ഞു. ഞാൻ അവരെ ശുശ്രൂഷിച്ചുകൊണ്ട് ഇവിടെ താമസിച്ചു. പിന്നീട് അവരെല്ലാം ബ്രഹ്മപദം പ്രാപിച്ചു. അവർ എന്നോട് പറഞ്ഞു: നീ ദുഃഖം കൂടാതെ ഇവിടെ തന്നെ താമസിക്കൂ. അനന്തശായിയും പരംപുരുഷനും പരമാത്മാവുമായ മഹാവിഷ്ണു രാക്ഷസവധത്തിനു വേണ്ടി അവതരിച്ചിട്ടുണ്ട്. നമ്മെയും ധർമ്മത്തെയും രക്ഷിക്കുന്നതിനു വേണ്ടി നിർമ്മലനായ ഭഗവാൻ ഇപ്പോൾ ചിത്രകൂടത്തിൽ വന്നിരിക്കുന്നു. ശ്രീരാമൻ ഇവിടെ വരും. അദ്ദേഹത്തെ കണ്ടിട്ട് നീ ദേഹത്യാഗം ചെയ്യുക. നിനക്ക് നിശ്ചയമായും മോക്ഷം ലഭിക്കും. ഗുരുക്കന്മാരുടെ വാക്കുകൾ ഇപ്പോൾ സത്യമായി. അങ്ങയുടെ വരവ് പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങയെയും ധ്യാനിച്ച് ഞാൻ ഇവിടെ വസിച്ചു. അങ്ങയുടെ ശ്രീപാദം കാണാൻ എൻ്റെ ഗുരുഭൂതരായ താപസന്മാർക്ക് പോലും ഭാഗ്യമുണ്ടായില്ല. ഹീനജാതിയിൽപ്പെട്ട ജ്ഞാനമില്ലാത്ത മൂഢയായ ഞാൻ ഈ ഭാഗ്യത്തിനൊന്നും അർഹതയില്ലാത്തവളത്രേ. വാക്കുകൾക്കും മനസ്സിനും വിഷയമല്ലാത്ത അങ്ങയുടെ രൂപം കാണാൻ അവസരം ലഭിച്ചത് മഹാഭാഗ്യമായി ഞാൻ കരുതുന്നു. അങ്ങയുടെ തൃപ്പാദം വണങ്ങി സ്തുതിക്കാൻ എനിക്ക് അറിവ് പോരാ. ശ്രീരാമൻ ശബരിയോട് ഇങ്ങനെ പറഞ്ഞു: ഞാൻ പറയുന്നത് വിഷമം കൂടാതെ കേൾക്കൂ. പുരുഷൻ, സ്ത്രീ, ജാതി, നാമം, ആശ്രമം തുടങ്ങിയവയൊന്നും മൂന്ന് ലോകങ്ങളിലും എന്നെ ഭജിക്കുന്നതിന് കാരണമാകുന്നില്ല. തീർത്ഥസ്നാനം, തപസ്, വേദാധ്യയനം, ക്ഷേത്രോപവാസം, യാഗം തുടങ്ങിയ കർമ്മങ്ങൾ കൊണ്ടൊന്നും ഒരുത്തനും എന്നെ കണ്ടെത്താൻ കഴിയുകയില്ല. എൻ്റെ നേർക്കുള്ള ഭക്തി കൊണ്ട് മാത്രമേ അതിന് കഴിയൂ. ഭക്തി സാധനം എന്തൊക്കെയാണെന്ന് ഞാൻ ചുരുക്കി പറഞ്ഞു തരാം. ഉത്തമേ, മോക്ഷം ലഭിക്കുന്നതിനായി അത് നീ കേട്ടുകൊള്ളുക. ഭക്തി സാധനങ്ങളിൽ സത്സംഗത്തിനാണ് മുഖ്യസ്ഥാനം. എൻ്റെ കഥ പറയലാണ് രണ്ടാമത്തേത്. മൂന്നാമത്തേത് എൻ്റെ ഗുണകീർത്തനമാണ്. നാലാമത്തേത് എൻ്റെ വാക്കുകൾ വ്യാഖ്യാനിക്കലാണ്.
എൻ്റെ കലകളോടെ ജനിച്ച ആചാര്യന്മാരെ ഉപാസിക്കലാണ് ഭക്തി സാധനങ്ങളിൽ അഞ്ചാമത്തേത്. പുണ്യശീലത്തോടെ യമനിയമാദികൾ അനുഷ്ഠിച്ച് എന്നെ പൂജിക്കലാണ് ആറാമത്തെ മാർഗം. ഏഴാമത്തേത് എൻ്റെ നാമമന്ത്രം, അതായത് രാമനാമം ഉപാസിക്കലാണ്. സകല ജീവജാലങ്ങളിലും എൻ്റെ അംശം കാണുകയും എൻ്റെ ഭക്തന്മാരോട് എപ്പോഴും ഭക്തിയോടെ പെരുമാറുകയും ബാഹ്യവിഷയങ്ങളിലെല്ലാം വിരക്തി ഉണ്ടാകുകയും സർവ്വലോകാത്മാവാണ് ഞാൻ എന്ന് ദൃഢമായി വിശ്വസിക്കുകയും ചെയ്യുന്നതാണ് എട്ടാമത്തെ ഭക്തിസാധന. എൻ്റെ തത്വം ചിന്തിച്ചുറയ്ക്കലാണ് ഒമ്പതാമത്തേത്. ചിത്തശുദ്ധിക്ക് ഏറ്റവും നല്ല ഉപായമാണ് ഇത്. ഇങ്ങനെ 9 വിധമായ ഭക്തിസാധനകളും ഉത്തമയായ നിനക്ക് ഞാൻ ഉപദേശിച്ചു തന്നു. ആലോചിച്ചു നോക്കിയാൽ നിത്യമായി ഭക്തിയുള്ളത് ആർക്കാണ്? പക്ഷിമൃഗാദികൾ, മൂഢരായ സ്ത്രീകൾ, പുരുഷന്മാർ ആരായാലും പ്രേമലക്ഷണമായ ഭക്തി ഉണ്ടായാൽ എൻ്റെ തത്വാനുഭൂതി ഉണ്ടായിക്കൊള്ളും. തത്വജ്ഞാനം ഉണ്ടാകുന്നതോടെ ആ ജന്മത്തിൽ തന്നെ മനുഷ്യന് മോക്ഷവും ലഭിക്കും. ഭക്തരിൽ ശ്രേഷ്ഠയും ഭഗവത് ഭക്തയും മുനിപ്രിയയും തപോനിധിയുമായ അല്ലയോ ശബരി, മോക്ഷത്തിൻ്റെ കാരണം ഭക്തി തന്നെയാണ്. ഭക്തി ഉണ്ടായതുകൊണ്ടാണ് നിനക്ക് എന്നെ കാണാൻ ഇടവന്നത്. അല്ലയോ തപോധനെ, നിനക്ക് മോക്ഷവും അടുത്തിരിക്കുന്നു. സീതയെ കൊണ്ടുപോയ വഴി നിനക്ക് അറിയാമെങ്കിൽ പറഞ്ഞു തരണം. എനിക്ക് പ്രിയങ്കരിയും മനോഹരിയുമായ സീതയെ ആരാണ് കട്ടുകൊണ്ടുപോയത്? ശ്രീരാമൻ്റെ വാക്കുകൾ കേട്ട ശബരി അദ്ദേഹത്തിന് ദുഃഖമില്ലാതാക്കാൻ ആദരവോടെ പറഞ്ഞു, അങ്ങ് സർവജ്ഞനാണ്. എങ്കിലും ലൗകിക രീതിയിൽ ചോദിച്ചത് കൊണ്ട് പറയാം. സീതാദേവി ദുഃഖത്തോടെ ലങ്കയിൽ കഴിയുന്നു. അവളെ കൊണ്ടുപോയത് രാവണനാണ്. ദിവ്യദൃഷ്ടി കൊണ്ട് ഞാൻ ലക്ഷ്മി ദേവിയെ കണ്ടു. തെക്കോട്ട് കുറച്ച് ചെന്നാൽ പമ്പാ സരസ് കാണാം. അതിനു മുമ്പിലാണ് ഋഷ്യമുഖം എന്ന പേരുള്ള പർവ്വതം. അവിടെ സുഗ്രീവൻ എന്ന സൂര്യപുത്രനായ വാനരശ്രേഷ്ഠൻ 4 മന്ത്രിമാരോടുകൂടി ബാലിയെ പേടിച്ച് വസിക്കുന്നു. ബാലിക്ക് മുനിശാപം പേടിച്ച് അവിടെ ചെന്നുകൂടാ. അതിനാൽ വിശ്വാസപൂർവം സുഗ്രീവൻ ഋഷ്യമുഖ പർവ്വതം ഒരു അഭയസ്ഥാനമായി തെരഞ്ഞെടുത്തു. അവനെ അവിടുന്ന് സംരക്ഷിക്കുക. സുഗ്രീവനുമായി സഖ്യം ചെയ്യുക. തന്മൂലം അങ്ങയുടെ ദുഃഖമെല്ലാം അകന്ന് ഉദ്ദിഷ്ടകാര്യം നിറവേറും. ഇനി ഞാൻ അഗ്നിപ്രവേശം ചെയ്ത് അങ്ങയുടെ പാദപങ്കജങ്ങളിൽ ചേരാൻ ഒരുങ്ങുന്നു. ഈ ഒരു മുഹൂർത്തം കൂടി അങ്ങ് ഇവിടെ നിന്ന് എൻ്റെ മായാബന്ധനങ്ങൾ കൂടി ഇല്ലാതാക്കണം. ഭക്തിപൂർവം ഇങ്ങനെ പറഞ്ഞിട്ട് ശബരി ദേഹത്യാഗം ചെയ്ത് മുക്തി നേടി. ഭക്തവത്സലനായ ഭഗവാൻ പ്രസാദിച്ചാൽ ഇന്നാർക്ക് എന്നില്ല, നീചജാതികളിൽപ്പെട്ടവർക്ക് പോലും മോക്ഷം ലഭിക്കും. ഭഗവാന്റെ അനുഗ്രഹമുണ്ടായാൽ ജീവികൾക്ക് ചെയ്യാൻ പ്രയാസമുള്ളതായി ഒന്നുമില്ല. ശ്രീരാമഭക്തി കൊണ്ട് തന്നെ മുക്തി കൈവരും. അതിനാൽ രാമൻ്റെ പാദകമലങ്ങൾ നിത്യവും സേവിച്ചുകൊള്ളുക. മന്ത്രം, തന്ത്രം, ധ്യാനം, കർമ്മം മുതലായവയെല്ലാം ദൂരെ ഉപേക്ഷിച്ചിട്ട് തൻ്റെ ഗുരുനാഥൻ്റെ ഉപദേശമനുസരിച്ച് എല്ലായ്പ്പോഴും ശ്രീരാമമന്ത്രം ജപിക്കുക. ശ്രീരാമൻ്റെ കഥകൾ കേൾക്കുകയും പറയുകയും ചെയ്യുക. ശ്രീരാമഭക്തന്മാരെ പൂജിക്കുക. ലോകം മുഴുവൻ ശ്രീരാമമയം എന്ന ബോധം മനസ്സിലുറയ്ക്കുമ്പോൾ ശ്രീരാമചന്ദ്രനോട് ഐക്യം പ്രാപിക്കാൻ കഴിയും. ഭദ്രേ പരമേശ്വരി രാമ രാമ എന്ന് സദാ ജപിച്ചുകൊള്ളുക. ഇങ്ങനെ ശ്രീ പരമേശ്വരൻ ശ്രീരാമൻ്റെ കഥ അരുളിച്ചെയ്തത് കേട്ടപ്പോൾ പാർവതി ഭക്തി പരവശയായി ശ്രീരാമനിൽ മനസ്സ് മുഴുകി ലയിച്ചിരുന്നു. പൈങ്കിളിപ്പൈതൽ പരമാനന്ദത്തോടെ ശങ്കരൻ ജയിക്കട്ടെ എന്ന് പറഞ്ഞ് കഥ അവസാനിപ്പിച്ചു. എല്ലാവർക്കും നമസ്കാരം. നാളെ കിഷ്കിന്ധാകാന്ഡം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ.